പദവിയായിട്ടല്ല, ഒരു ഉത്തരവാദിത്വമായിട്ടാണ് ഞങ്ങളെപ്പോലുള്ളവർ ഇതിനെ കാണുന്നത്. കേരള ബാങ്കിൻ്റെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് ചുമതലയേറ്റെടുത്തിരിക്കുകയാണ്. കേരള ബാങ്കിനെ കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മേഖലയിൽ അതിനിർണായകമായ ഇടപെടലുകൾ നടത്താനാവുന്ന, പങ്കുവഹിക്കാനാവുന്ന ഒരു അപ്പെക്സ് ബോഡി എന്ന നിലയിൽ വലിയ പ്രതീക്ഷ ജനങ്ങൾക്ക് ഈ കേരള ബാങ്ക് സംവിധാനത്തിലുണ്ട്. മാത്രമല്ല 2019 കേരള ബാങ്ക് രൂപീകൃതമായത് തന്നെ സംസ്ഥാനത്ത് അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇച്ഛാശക്തിയോടെയുള്ള ഇടപെടൽ, ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ, അതിനെ തുടർന്നാണ്. ജില്ലാ ബാങ്കുകളും അതുപോലെ തന്നെ സംസ്ഥാന സഹകരണ ബാങ്കും എല്ലാം സംയോജിപ്പിച്ചുകൊണ്ടാണ് 2019 കേരള ബാങ്ക് നിലവിൽ വന്നത്. ഈ പിന്നിട്ട കാലയളവിൽ വലിയ നിലയിലുള്ള വളർച്ചയും മുന്നേറ്റവുമാണ് കേരള ബാങ്കിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ 2020 തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭരണസമിതി, കേരള ബാങ്കിൻ്റെ ആദ്യത്തെ ഭരണസമിതി കാലാവധി പൂർത്തിയായി. അതിന് ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന് പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ 5 വർഷക്കാലത്തെ കഴിഞ്ഞ ഭരണസമിതിയുടെ ഇടപെടലും ശ്ലാഘനീയമായ നിലയിലാണ് നടന്നത്. ഇതിൻ്റെ എല്ലാം ഫലമായി ഉദ്യോഗസ്ഥ സംവിധാനത്തെയെല്ലാം പിന്നെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്ത് മാനേജ്മെൻറ്റ് നടത്തിയിട്ടുള്ള, ഭരണസമിതി നടത്തിയിട്ടുള്ള ഇടപെടൽ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വലിയ തോതിലുള്ള പിന്തുണയും അതുപോലെ സഹകരണവും, അക്ഷരാർത്ഥത്തിൽ ശരിയായ നിലയിലുള്ള കരുതലും എല്ലാം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലൂടെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ അധികം ബിസിനസ് നടത്തുന്ന സംസ്ഥാന സഹകരണ ബാങ്കായി കേരള ബാങ്ക് ഇതിനകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. വായ്പാ വിതരണത്തിലും അനുവദിക്കുന്നതിലും എല്ലാം രാജ്യത്ത് മറ്റേതൊരു സംസ്ഥാന സഹകരണ ബാങ്കിനേക്കാളും മുൻപന്തിയിലാണ് കേരള ബാങ്ക്. അതേപോലെ തന്നെ നിക്ഷേപത്തിൻ്റെ കാര്യത്തിലും കേരള ബാങ്ക് മറ്റേതൊരു സംസ്ഥാന ബാങ്കിനേക്കാളും മുമ്പിലാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത. വലിയ നിലയിൽ കേരള ബാങ്കിന് മുന്നോട്ട് വരാൻ കഴിയും. സംസ്ഥാനത്തെ കാർഷിക വായ്പാ സംഘങ്ങളാണ്, പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളാണ് ഇതിലെ അംഗങ്ങളായിട്ടുള്ളത്. അവരുടെയെല്ലാം സംസ്ഥാനത്തെ വിവിധങ്ങളായ നൂറുകണക്കായ കാർഷിക വായ്പാ സംഘങ്ങളുടെ വളർച്ചയും പുരോഗതിയും പരമപ്രധാനമാണ്. അവരുടെ എല്ലാം നിക്ഷേപം കേരള ബാങ്കിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവർക്കെല്ലാം അതിന് ലാഭവിഹിതം അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകും. കുറേ കൂടി നല്ല നിലയിൽ ഒരു ലാഭകരമായ സാഹചര്യത്തിലേക്ക് കേരള ബാങ്ക് ഇനിയും മുന്നേറേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. ഇതിനകം വലിയ വളർച്ച കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ അംഗസംഘങ്ങൾക്ക് ഡിവിഡൻഡ് നൽകാൻ കഴിയാവുന്ന വിധത്തിലുള്ള വളർച്ച വളരെ വേഗത്തിൽ തന്നെ സമീപഭാവിയിൽ തന്നെ കൈവരിക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല നിലയിലേക്കുള്ള നെറ്റ് പ്രോഫിറ്റ് നല്ല നിലയിൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിന് ഇന്നിപ്പോൾ ഒരു തടസ്സമായി നിൽക്കുന്നത് വായ്പകളിലെ കുടിശ്ശികയാണ്. ആ കുടിശ്ശിക അത് ചിലപ്പോൾ അത് കുറച്ചൊക്കെ കാലപ്പഴക്കമുള്ളതൊക്കെ ആയിരിക്കാം. അതിനുള്ള ഒരു കർമ്മപദ്ധതി നേരത്തെ തന്നെ കേരള ബാങ്കിൻ്റെ ഭരണസമിതിയും ഉദ്യോഗസ്ഥ സംവിധാനവും എല്ലാം കൂടി ചേർന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന്, പ്രാവർത്തികമാക്കുന്നതിനും അതുപോലെ തന്നെ NPA പരമാവധി ഈ കുറച്ച് കൊണ്ടുവന്ന് നെറ്റ് പ്രോഫിറ്റിലേക്ക് ബാങ്കിനെ എത്തിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാ നിലയിലുമുള്ള സഹായങ്ങൾ ഇത് ചെയ്യാവുന്ന നിലയിലെല്ലാം അത് നിർവഹിക്കാനും സാധിക്കണം. റിസർവ് ബാങ്കിൻ്റെ നിയന്ത്രണങ്ങളും മാർഗനിർദ്ദേശങ്ങളും എല്ലാം സ്വാഭാവികമായി ഉണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് അതിനെല്ലാം അകത്ത് നിന്നുകൊണ്ട് ഏതെല്ലാം വിധത്തിൽ കേരള ബാങ്കിനെ ഉന്നതിയിലെത്തിക്കാനാകും എന്നുള്ളത് കേരളത്തിലെ സാമ്പത്തിക മേഖലയിലെ നിർണായകമായൊരു ഘടകം എന്ന നിലയിൽ സംസ്ഥാന ഗവൺമെൻറ്റുമായും എല്ലാം സഹകരിച്ചുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ
വികസനത്തിനും ആകാവുന്ന വിധത്തിൽ ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ടും പങ്കാളിത്തം വഹിച്ചുകൊണ്ടും മുന്നോട്ട് പോകാനാവണം എന്നുള്ളതാണ് പൊതുവെ ഞങ്ങളുടെ ഒരു സമീപനം. ഞാൻ സൂചിപ്പിച്ചല്ലോ, പ്രാഥമിക സംഘങ്ങളാണ് ഇതിലെ അംഗസംഘങ്ങളായിട്ടുള്ളത്. പ്രാഥമിക സംഘങ്ങളുടെ വളർച്ചയും പുരോഗതിയും ഞങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യമാണ്. അതിനെ എല്ലാവിധത്തിലും പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. മാത്രമല്ല, നാട്ടിൻപുറങ്ങളിലെ ജനങ്ങളുമായിട്ട്, സാധാരണ കുടുംബങ്ങളുമായി എല്ലാ അർത്ഥത്തിലും അവിഭാജ്യ ബന്ധം സ്ഥാപിച്ച് അത് മുന്നോട്ട് പോകുന്ന സ്ഥാപനങ്ങളാണ് പ്രാഥമിക സഹകരണ സംഘങ്ങൾ. അവരുടെ സംഘങ്ങളുടെ വളർച്ചയും ഓരോന്നിൻ്റെയും പുരോഗതിയും പരമപ്രധാനമാണ്. അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇടപെടൽ നിശ്ചയമായും ഉണ്ടാകും. ഇല്ല, വിമർശനത്തിൽ അത് പൂർണ്ണമായി ശരിയാണെന്ന് പറയാനാവില്ല. എന്നാൽ ഇത് ഒരു കേരള ബാങ്ക് രൂപീകൃതമായിട്ട് അത്രയിലായുള്ളൂ, സംയോജിപ്പിച്ചിട്ട്. അപ്പോൾ അതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുണ്ട് എല്ലാ അർത്ഥത്തിലും. ഇതൊരു പൂർണ്ണമായി ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് സംസ്ഥാനങ്ങളിൽ നിക്ഷിപ്തമായ അധികാരങ്ങളും ഒക്കെയായിരുന്നു, സംസ്ഥാന വിഷയമായിരുന്നു സഹകരണ മേഖല. എന്നാലിപ്പോൾ നിയമങ്ങൾ നിർമ്മിച്ചുകൊണ്ടും അതുപോലെ തന്നെ തെറ്റായ രീതിയിലുള്ള നയങ്ങൾ രൂപീകരിച്ചുകൊണ്ടും കേന്ദ്ര ഗവൺമെൻറ് സഹകരണ മേഖലക്ക് തടസ്സമുണ്ടാവുന്ന ഇതിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും മുന്നേറ്റത്തിനും ജനക്ഷേമകരമായ നിലയിലുള്ള ഇടപെടലുകൾക്കും തടസ്സമാവുന്ന നടപടികൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അത് മറ്റെല്ലാ മേഖലകളിലും എന്ന പോലെ സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. അതിനെ ചെറുത്തു തോൽപ്പിച്ചുകൊണ്ട് മാത്രമേ, അതിനെതിരായി സഹകാരികളെയും ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാനാകൂ. ഇതെല്ലാം നിർവഹിച്ചുകൊണ്ട് പ്രാഥമിക സംഘങ്ങളുടെ സംരക്ഷണവും അതിൻ്റെ വളർച്ചയും പുരോഗതിയും പരമപ്രധാനമാണ്. അതിൽ ചെയ്യാവുന്നതെല്ലാം അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി നടത്തും. ഈ കേരള ബാങ്ക് ലാഭത്തിലേക്ക് എത്തുന്നതോടുകൂടി, നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തുന്നതോടുകൂടി ഡിവിഡൻഡ് ഈ അംഗസംഘങ്ങൾക്ക് കൊടുക്കാനാകും. അവരെ എല്ലാ അർത്ഥത്തിലും അവരെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കേരള ബാങ്കിൻ്റെ സമീപന രീതി. കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് ചെയ്യാനാവുന്ന വിധത്തിലെല്ലാം ഇടപെടും. ഇപ്പോൾ തന്നെ പല മേഖലകളിലും സംസ്ഥാന ഗവൺമെൻറ്റുമായി സഹകരിച്ചുകൊണ്ട് ഇടപെട്ട് വരുന്നുണ്ട്. അതിനിയും വിപുലമാക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ വികസന മുന്നേറ്റത്തിൽ കേരളത്തിലെ നിർണായകമായ ഒരു സാമ്പത്തിക മേഖലയിലെ നിർണായകമായ ഒരു ഘടകമെന്നുള്ള നിലയിൽ കേരളത്തിലെ സഹകരണ സംഘങ്ങളുടെ, കാർഷിക വായ്പാ സംഘങ്ങളുടെ അപ്പെക്സ് ബോഡി എന്ന നിലയിൽ കേരള ബാങ്കിന് ഇടപെടാൻ കഴിയും. അത് സർക്കാരുമായി ആലോചിച്ച് ആകാവുന്ന വിധത്തിലെല്ലാമുള്ള സമീപനം തുറന്ന മനസ്സോടെ കേരള ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത്. കേരളത്തിലെ UDF എന്ന പ്രതിപക്ഷ സംവിധാനത്തെ സംബന്ധിച്ച് എന്താണ് പറയേണ്ടത്? കേരളത്തിൽ അവർ ഏതെങ്കിലും ഒരു നല്ല കാര്യവുമായി കേരളത്തിൽ സഹകരിച്ചിട്ടുണ്ടോ? ജനങ്ങൾക്കും നാടിനും പ്രയോജനകരമാവുന്ന ഒരു സംവിധാനവുമായും അതുപോലെ സർക്കാർ നടത്തുന്ന അത്തരത്തിലുള്ള ജനങ്ങളുടെ ക്ഷേമവും നാടിൻ്റെ സർവ്വതോന്മുഖമായ വികസനവുമെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഒരിടപെടലിനെയും ആവിഷ്കരിക്കുന്ന പദ്ധതികളെയും UDF അനുകൂലിച്ചിട്ടില്ലല്ലോ. കേരള സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിനെ പോലും വിമർശിക്കുന്നവരെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? കേരള ബാങ്ക് ഈ കേരളത്തിലെ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് കേരള ബാങ്കിലുള്ളത്. ആ കേരള ബാങ്കിൻ്റെ ഒരു ഇലക്ഷൻ വരുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനാധിപത്യപരമായ രീതിയിൽ പങ്കാളികളാവുക എന്നുള്ളത് അതിൻ്റെ ഒരു സ്വാഭാവിക നടപടിയാണ്. എന്നാൽ അത് നോമിനേഷനൊക്കെ കൊടുത്ത് അവസാന ഘട്ടത്തിൽ ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ബഹിഷ്കരണം അത് അവരുടെ സംഘങ്ങൾ തന്നെ മുഖവിലക്കെടുത്തില്ല. അവരൊന്ന് വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ
UDFിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതികളുള്ള അംഗസംഘങ്ങൾ വോട്ട് ചെയ്ത അംഗസംഘങ്ങളുടെ എണ്ണത്തെക്കാളും കൂടുതൽ ഞങ്ങൾക്ക് ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച് വിജയിച്ചിട്ടുള്ള കേരള ബാങ്കിൻ്റെ ഭരണസമിതി അംഗങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വോട്ട് ചെയ്യാൻ കുറേ പേരെത്തി UDFിൻ്റെ, അവരെല്ലാവരും UDFിൻ്റെ സ്ഥാനാർത്ഥികൾക്ക്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾക്കല്ല വോട്ട് ചെയ്ത്, കുറച്ച് പേര് ഞങ്ങൾക്കും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ UDF ശിഥിലമാകുന്നു. കേരള ബാങ്ക് സംവിധാനവും കേരളത്തിലെ സഹകരണ പ്രസ്ഥാനവും എല്ലാം അത് ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ ഭദ്രമാണ്, സുരക്ഷിതമാണ്. ഇടതുപക്ഷത്തിലാണ് ഈ മേഖലയിലുള്ള എല്ലാവരും മറ്റ് രംഗങ്ങളെപ്പോലെ തന്നെ പ്രതീക്ഷയർപ്പിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചനയാണത്. ഇതിൽ നിന്ന് UDF പാഠം ഉൾക്കൊള്ളാൻ തയ്യാറാവണം. കേരള ബാങ്ക് എന്നുള്ള ഒരു അപ്പെക്സ് ബോഡി മാത്രം വിചാരിച്ച് അല്ലെങ്കിൽ മാത്രം പ്രതിരോധിക്കേണ്ടതല്ല. ഈ കേന്ദ്രത്തിൻ്റെ ഈ തെറ്റായ സമീപന രീതികളെ അത് ഞാൻ സൂചിപ്പിച്ചല്ലോ, നിയമനിർമ്മാണങ്ങൾ തെറ്റായ നിലയിൽ നടത്തിക്കൊണ്ടും അതുപോലെ തന്നെ തെറ്റായ രീതിയിലുള്ള നയരൂപീകരണം നടത്തിക്കൊണ്ടുമാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ മേഖലയിൽ വിഘാതം സൃഷ്ടിക്കുന്നത്. അതിന് കേരളത്തിലെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട സമസ്ത വിഭാഗങ്ങളെയും, അത് സഹകരണ സംഘങ്ങൾ, അതുപോലെ തന്നെ സഹകാരികൾ, അതേപോലെ തന്നെ ബഹുജനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് കേരളത്തിലെ ജനങ്ങളാകെ. ഒരു കുടുംബവും സഹകരണ മേഖലയുമായി ബന്ധമില്ലാത്തവർ, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെടാത്തവർ കേരളത്തിൽ ഇന്നുണ്ടാവില്ല. അപ്പോൾ കേരളത്തിലെ ജനങ്ങളെ മൊത്തം ബാധിക്കുന്നതാണിത്. ആ നിലയിൽ കേരളത്തിലെ ജനങ്ങളെയാകെ ഇതിൻ്റെ ഭാഗമായി സഹകരണ പ്രസ്ഥാനത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മുൻകൈയെടുത്ത് അതിൻ്റെ ഭാഗമായി കേരള ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാനാവുന്ന ഇടപെടലെല്ലാം ഉണ്ടാകും.